എൻ്റെ പേര് ബിനി അന്ന തോമസ്. ഞാൻ വരുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി. ഞാൻ ഉടമ്പടി എടുത്തത് മെയ് 19 2023 അതിന് മുന്നാടി എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ BSc നേഴ്സാണ്, ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ബോണ്ടെന്ന് ഞങ്ങളുടെ പേരൻസിനെ നിന്ന് സൈൻ വാങ്ങിച്ചായിരുന്നു 2.5 വർഷം ബോണ്ട് ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രെസ്സായിരുന്നു. ഡബിൾ ഡ്യൂട്ടിയൊക്കെ ഇട്ട് ഞാൻ 24 മണിക്കൂറെങ്കിലും ഫുഡ് കഴിക്കാതെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ച് പറയുമായിരുന്നു, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഫുഡ് പോലും ഡബിൾ ഡ്യൂട്ടി ചെയ്താൽ ഫുഡ് അവിടെ കാണത്തില്ല, വരുമ്പം ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ HR ചെന്ന് ചോദിച്ചു, എനിക്കിവിടുന്ന് പോകണം, എനിക്ക് റിസൈൻ തരണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, തരാൻ പറ്റത്തില്ല, നിങ്ങളിവിടെ പഠിച്ച സ്റ്റുഡൻ്റ് അല്ലേ, 2.5 വർഷം ഇവിടെ ബോണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബോണ്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാമെന്ന്. അപ്പം അവർ ആ സമയത്ത് പറഞ്ഞു തരത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞപ്പോൾ പേരൻസിനെ എന്നെ അമ്മ അവർ അപമാനിച്ച് ഇറക്കി വിട്ടു. ഞാൻ വലിയ സങ്കടത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വരാൻ കാരണം എൻ്റെ കസിൻ വഴിയാണ് ഞാൻ വന്നത്. ആ സമയത്ത് ഞാൻ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അവരുടെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കാനൊക്കെ സാധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൻ്റെ പത്രം വിതരണം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ആത്മീയമായ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കുമായിരുന്നു. ഉടമ്പടി എടുത്ത പിറക് മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നും അതുപോലെ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ പോയി വാങ്ങിച്ചു. എന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ല ഞങ്ങൾ പോവുകയാണെന്ന്. ട്രെയിൻ കയറി സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. എന്നെയും കൂടെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്കും അവരുടെ കൂടെ ഒന്ന് പോകുമായിരുന്നെന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ചിലപ്പം മാതാവ് എനിക്ക് വലിയൊരു അനുഭവം തരാൻ വേണ്ടിയായിരിക്കും എന്നെ പുറകെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ അമ്മയും സെപ്റ്റംബർ 12 ട്രെയിൻ കയറിയ സമയത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ, എനിക്കിവിടെ വന്ന അനുഭവം പറയാൻ, നല്ലൊരു അനുഭവം സാക്ഷ്യം പറയാൻ എന്നെ ഇടവരുത്തണമെന്ന്. ആ സമയത്ത് ഞാൻ ചെന്നൈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ട്രെയിൻ കയറുന്ന സമയത്ത് കറക്റ്റ് കോട്ടയത്തെത്തിയപ്പോൾ ഒരു കുട്ടിക്ക് പാനിക് അറ്റാക്ക് പോലെ വന്നു. പാനിക് അറ്റാക്ക് വന്നപ്പോൾ ശ്വാസമൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ സമയത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാനും ഓടിച്ചെന്ന് ആ കുട്ടിയുടെ അടുത്ത് പോയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞായിരുന്നു, നിൻ്റെ ഉടമ്പടി തൈലം ഇരിപ്പില്ലേ, അത് ആ കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടാൻ പറഞ്ഞു. ഞാൻ ഓടിപ്പോയി ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണത്തോടും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ആ ഉടമ്പടി തൈലം പുരട്ടിയ പിറക് ആ കുഞ്ഞ് 10 നിമിഷത്തിന് മുന്നേ തന്നെ ചാടി എഴുന്നേറ്റ് വെള്ളം കുടിച്ച് എനിക്ക് എങ്ങും പോകണ്ട. ആ സമയത്തിന് മുന്നേ തന്നെ അവിടെ ആംബുലൻസൊക്കെ ബുക്ക് ചെയ്ത് തൃശ്ശൂർ TTR ഒക്കെ പറഞ്ഞു, ഒന്ന് പോയി ECG ചെക്ക് ചെയ്യേ. അപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്തോ ഒരു മാതാവിൻ്റെ ഒരു ഫീലിംഗ് അവിടെ ഉണ്ടായി. ആ തൈലം പുരട്ടിയ പിറക് ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ TTR എന്നോട് പറഞ്ഞു, ഇത് കൃപാസനത്തിലെ അല്ലേ, ആ കൃപാസനത്തിലെ അമ്മ വലിയ അത്ഭുതമുള്ളൊരമ്മയാണ്, നീ അത് ഈ കുട്ടിക്കും ഈ ട്രെയിനിലുള്ള എല്ലാവർക്കും അത് വിശ്വാസം കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കൂടെ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്നുണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ആ സമയത്ത് ഞാൻ പിറ്റേ ദിവസം റൂമൊക്കെ എടുത്ത് എൻ്റെ പേരൻസിനെ ഞാൻ അവിടെ റൂമിലിരുത്തിയിട്ട് ഞാൻ തന്നെ പോയി. ആ സമയത്ത് ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ 2:30 സമയമായി. എനിക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ കിട്ടാനുള്ള സമയം. അപ്പം ഞാൻ 2:30 പോയി HR ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ HR എന്നെ കുറേ വഴക്ക് പറഞ്ഞു, നീ ഇവിടെ പഠിച്ചതല്ലേ, നീ നിനക്ക് 2.5 വർഷം നിന്നാൽ എന്താണെന്നൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു, സാറേ, ബോണ്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാമല്ലോ, അങ്ങനെയല്ലേ ഞങ്ങൾ സൈൻ ചെയ്ത് തന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഇവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ പോയി കാണാൻ. അപ്പോൾ ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഉരിയാടിക്കൊണ്ട് ഒരു ലിപ്സിന് ഒരു റെസ്റ്റ് പോലും കൊടുക്കാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് 2:45 ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വെളിയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മാം, എനിക്ക് റിസൈൻ വേണം, ഞാൻ ഇവിടുന്ന് ഫെബ്രുവരി വന്നപ്പോൾ എനിക്ക് തന്നില്ലായിരുന്നു, എനിക്ക് പോയേ പറ്റും മാം, എനിക്ക് റിസൈൻ വേണം, എന്നാലേ എനിക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാനും സൗദിയിലൊരു ഓഫർ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അതിൽ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്,
HR പോയി കഴിഞ്ഞ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു. ഞാൻ ചാപ്പലിൽ പോയി ലെറ്റർ എഴുതിയ പിറക് ആ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ ആ ലെറ്റർ എഴുതിയ പിറക് അതിൽ വിതറിയിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മാതാവ് എന്നെ കൂടെ മനസ്സലിവ് ഉണ്ടാകണമേ ഇവർക്കെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ആ ലെറ്ററുമായിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാശുരൂപം എൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടുന്ന് ആരോ ഒരു സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നീ എന്തിനാ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലെറ്റർ കാണിച്ചു കൊടുത്ത പുള്ളിക്കാരി വായിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ അവർ മീറ്റിംഗ് നടക്കുമല്ലേ, ഞാൻ തന്നെ പോയി നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി ഓപ്പൺ ചെയ്ത് അവരെ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു പറഞ്ഞു, ആ കുട്ടി എത്ര നേരമായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഒരു സൈൻ ഇട്ട് കൊടുത്തൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ലെറ്റർ കൈ കൊടുത്തു അവിടുത്തെ സ്റ്റാഫ് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, നിനക്ക് അതിനുള്ള ഫലം ദൈവം തരുമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് എൻ്റെ സഞ്ചാരി മാതാവ് ആ സ്റ്റാഫിൻ്റെ മുന്നിലൂടെ വന്നതാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ആണെങ്കിൽ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് നേരം കഴിഞ്ഞാൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആ മാം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് സൈൻ ഇട്ട് തന്നിട്ടുണ്ട്, നീ പോയി HR കണ്ട് അടുത്ത പ്രോസസ്സിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാതാവിനോട് ആദ്യം തിരുക്കുമാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി, സാറേ എനിക്ക് മാം സൈൻ ഇട്ട് തന്നു, എനിക്ക് അടുത്ത പ്രോസസ്സിങ് വേണം, ഇവിടുന്ന് സൈനൊക്കെ വാങ്ങാനുള്ള പേപ്പർ തരാവും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ നിനക്ക് തരാം, നീ നാളെ മോർണിംഗ് വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ച പിറക് അവിടെ OPD പേഷ്യൻസൊക്കെ വന്ന് എപ്പോഴും ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപവും അതുപോലെ ഉടമ്പടി തൈലവും ഉപ്പും തേനുമൊക്കെ കാണും. അപ്പം പത്രവും കയ്യിലുണ്ട്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഈ മാതാവിൻ്റെ വിശ്വാസം അറിയിക്കാൻ വേണ്ടി ഇവർക്കെല്ലാം ഞാൻ തമിഴ് പത്രം അതുപോലെ തന്നെ OPD പേഷ്യൻസിനെ കാണാൻ വരുന്ന പേഷ്യൻ്റ് ചാപ്പലിൽ വന്ന് ഞാൻ ഉടമ്പടി തൈലം അവർക്ക് പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുക്കും. ഇവിടെ നല്ലൊരു അത്ഭുതം, ഒരു പള്ളിയുണ്ട് കേരളത്തിൽ ആലപ്പുഴയിൽ, നിങ്ങൾ വേളാങ്കണ്ണി മാതാവിനെ പോലെ ഒരു അത്ഭുതമുള്ളൊരു പള്ളിയാണ്, നിങ്ങളിവിടെ വരണമെന്നൊക്കെ. അവർ നല്ല സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വരാം സിസ്റ്റർ എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സൈൻ വാങ്ങാൻ പോയപ്പോൾ HR പറഞ്ഞു, നിനക്ക് ഇന്ന് എല്ലാ സൈനും കിട്ടിയിട്ടുണ്ട്, ഇനിയും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ട ആ ഹോസ്പിറ്റലുകാർ തന്നെ എന്നെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഒരാഴ്ച എടുത്തു അവർക്ക് റിസൈൻ കിട്ടാൻ. പക്ഷേ എൻ്റെ മാതാവ് എനിക്കും തിരുക്കുമാരനും 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് റിസൈനിങ്ങുള്ള എല്ലാ പ്രോസസ്സിങ്ങും എനിക്ക് ഭംഗിയായിട്ട് നേടിത്തരാൻ സാധിച്ചു. എൻ്റെ മാതാവിന് തിരുക്കുമാരനും ഒരുപാട് നന്ദിയുണ്ട്. രണ്ടാമത്തെ നിയോഗം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. എൻ്റെ ചേച്ചി ഒരു പ്രഗ്നൻ്റ് ആയപ്പോൾ പെട്ടെന്ന് അബോട്ടായിപ്പോയി. ചെക്ക് ചെയ്തപ്പോൾ PCOD ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പ്രയാസമാകും കുഞ്ഞുങ്ങളുണ്ടാകാനെന്ന്. 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം അവൾ എന്നോട് എപ്പോഴും പറയും, നീ ആ പള്ളിയിൽ പോകുമ്പം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് അതിനുള്ള ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്, നിൻ്റെ കൂടെ മാതാവ് എപ്പോഴും കാണും, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. അതുപോലെ എനിക്ക് കിട്ടുന്ന നിയോഗങ്ങളും എനിക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബിലുള്ള എല്ലാം അവർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയും നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഓഗസ്റ്റ് 28 ഓണത്തിന് മുമ്പ് എൻ്റെ വീട്ടിലൊരു സന്തോഷ വാർത്ത വേണമെന്ന്. അപ്പം ഞാനങ്ങനെ എന്നും എൻ്റെ ചേച്ചി UK തൈലം പുരട്ടാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ വയറ്റിൽ തന്നെ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവൾക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 28 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ പിറക് ജോസഫ് അച്ഛനെ കാണുകയും അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന പിറകെ എനിക്കൊരു ഫോൺ കോൾ വന്നു, എടി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പം ഞാൻ മാതാവിനോടും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയുന്നത് എന്ത് വലിയ സത്യമാണ്. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയോട് എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു, ഞാൻ നിനക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മാതാവിലൂടെ നിനക്ക് അത്ഭുതം ലഭിച്ചത്, നീ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് മാതാവിനെ കാണിക്കണമെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് നല്ല ആത്മീയതയും കൂടുതൽ ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനും സമയം ഞാൻ കണ്ടെത്താറുണ്ട്.
അതുപോലെ തന്നെ ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ എനിക്ക് മെഴുകുതിരി ഒന്ന് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയ സങ്കടമായിരുന്നു. എപ്പോഴും ഞാനപ്പം പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അത് വലിയൊരു ഈ ഉടമ്പടി എടുക്കുന്നതിന് കഴിഞ്ഞുള്ള കാര്യങ്ങളിൽ എനിക്ക് കോടാനുകോടി അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിക്ക് ഷുഗറുണ്ട്, കാലിൽ ഒരു വലിയ മുറിവുണ്ട്, അത് കരിയുന്നില്ലായിരുന്നു. ഞാൻ ആൻറ്റിയെ പോയി കണ്ടപ്പോൾ ആൻറ്റിക്ക് ഞാൻ പത്രവും കൊടുത്തു. അതുപോലെ തന്നെ ആൻറ്റിയുടെ കാല് ഞാൻ തൈലം പുരട്ടിയായിരുന്നു. ആൻറ്റി ഒരു ഷുഗർ പേഷ്യൻ്റാണ്, കരിയാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ 2 മാസമായിട്ടും കരിയുന്നില്ല. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം, പത്രം വായിക്കുമ്പോൾ കാലിൽ തൊട്ട് വേണം പത്രം വായിക്കാൻ. ആ സമയത്ത് 2 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ കാലിലെ ആ മുറിവുകളെല്ലാം ഉണങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉപ്പും പൊതിഞ്ഞു കൊടുത്തായിരുന്നു. ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഇത് രാവിലെയും വൈകിട്ടും വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും അതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിച്ച് ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ബിനി എനിക്കിപ്പോൾ കാലിന് കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല, നടക്കാനും എല്ലാം ചെയ്യാനും പറ്റുന്നുണ്ടെന്ന്. അതിലും എൻ്റെ ദൈവം മാതാവും തിരുക്കുമാരനും അവിടുന്ന് എനിക്ക് അത്ഭുതങ്ങൾ കാണിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അതിൻ്റെ ശക്തി അവരിൽ എനിക്ക് മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പത്രങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ തന്നെ പറയും, ദൂരത്ത് പോയി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇവിടെ എല്ലാം മാതാവിൻ്റെ പള്ളി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അവിടെ പോയി പ്രാർത്ഥിക്കാനേ പറ്റൂ. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയും, ദൈവത്തോട് കൂടുതൽ അടുക്കാനും അവരുമായിട്ട് നമുക്ക് കൂടുതൽ ധ്യാനിക്കാനും സാധിക്കും. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജപമാല അത്രയ്ക്കില്ല, ഇമ്പോർട്ടൻ്റ് ഇല്ല സഭയിൽ. പക്ഷെ ഞാൻ യൂട്യൂബിൽ നോക്കി ജപമാല എന്നും പ്രാർത്ഥിക്കും മുടങ്ങാതെ. അതെനിക്ക് വലിയൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ജപമാലയിൽ ഞാൻ ധ്യാനിക്കുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരും. അതുപോലെ എൻ്റെ മനസ്സിന് കൂടുതൽ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഓരോരോ ഇടപെടലുകൾ എൻ്റെ മാതാവും തിരുക്കുമാരനും നടത്തി തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ തിരുക്കുമാരനും അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത പിറകെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ കഴിവിനുപരി ഞാൻ പൊതിച്ചോറുകളൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിനെ കാണുകയും അവർക്ക് പത്രം കൊടുക്കുകയും, ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ ഓരോ വചനങ്ങൾ എഴുതിയാണ് കൊടുക്കുന്നത്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ വചനങ്ങളുടെ നിങ്ങൾ ധ്യാനിക്കണം. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ പറയും, നിങ്ങൾ രോഗസൗഖ്യമൊക്കെ വന്ന് ഈ ആലപ്പുഴയിൽ വന്ന് പ്രാർത്ഥിക്കണം, മാതാവും തിരുക്കുമാരനും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ അവർക്ക് എപ്പോഴും ഉറപ്പിച്ച് പറയുമായിരുന്നു. എൻ്റെ മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. മാതാവിൻ്റെ ശക്തിയും തിരുക്കുമാരൻ്റെ ശക്തിയും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ. അതുപോലെ തന്നെ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഛർദ്ദിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പോകുമ്പം ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത പിറകെ ഞാൻ തേനാണ് മെഡിസിന് പകരം ഉപയോഗിക്കുന്നത്. അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വണ്ടിയിൽ കയറുമ്പോൾ ഞാൻ ഛർദ്ദിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ വരെ എനിക്ക് ഛർദ്ദിലൊന്നും ഓർമ്മയെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അത് എനിക്ക് വലിയൊരു ശക്തിയാണ് എൻ്റെ മാതാവ് തന്നത്, എൻ്റെ തിരുക്കുമാരനും.